ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ഓക്കെ, ഇതുവരെയും നമ്മൾ ഈ ഒരു 2024 വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സിന് അപ്ലോഡ് ചെയ്തത്. മുമ്പ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനുള്ളതൊക്കെ ഇംഗ്ലീഷ് ക്ലാസ് അപ്ലോഡ് ചെയ്തു. ബട്ട് നമുക്ക് ഇപ്പോഴത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സൊന്നും നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരുപാട് ഫോർമാറ്റ്സും അതുപോലെ തന്നെ ബ്ലർബ്, ലെറ്റർ, അങ്ങനെ ഒരുപാട് ഫോർമാറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു എക്സാമിന് ഒന്നും കൂടിയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പുതിയ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സും ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. +2 ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്ലസ് വണ്ണിലും +2ലും സംബന്ധിച്ച് +2 ഇംഗ്ലീഷ് കുറച്ച് ടഫാണ്. കാരണം പഠിക്കുമ്പോൾ കുറച്ച് ഈസിയാണ്. കാരണം വുമൺ എംപവർമെൻറ്റ്, നമ്മളിപ്പോൾ നോർമലി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു +2ലെ ഇംഗ്ലീഷിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നും അല്ലേ +1നെക്കാട്ടിയും. ബട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ +2നെക്കാളും വളരെ ഡിഫറൻ്റ് ആയി, +1നെക്കാട്ടിയും വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇപ്പോൾ കുറച്ച് ഇയർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ പഠിക്കണം. നിങ്ങൾ വേറെ സബ്ജക്റ്റൊക്കെ വായിച്ചുകൊണ്ട് പോകരുത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ അതുപോലെ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സമ്മറി അറിഞ്ഞാൽ മതിയല്ലോ, ബാക്കി പോയി തള്ളാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. ബട്ട് ഇപ്പോൾ കുറച്ച് ഇയർ ആയിട്ട് നമ്മളിങ്ങനെയല്ല പോകുന്നത്. നമുക്ക് കറക്റ്റ് പഠിച്ചുകൊണ്ട് പോയാൽ മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ +2 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉഴപ്പരുത്. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു സമ്മറി മാത്രം അറിഞ്ഞുകൊണ്ട് പോയി ഒരിക്കലും എഴുതരുത്. +2 ഇംഗ്ലീഷ് എക്സാം എഴുതരുത്. നമുക്ക് ജസ്റ്റ് പാസ്സാവുന്ന മാർക്ക് പോലും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നല്ലപോലെ പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് കണ്ട് ഏകദേശം എല്ലാം പഠിച്ചുകൊണ്ട് പോകാൻ തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു +2 ഇംഗ്ലീഷിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളോ ഒരു എക്സാമിൻ്റെ ഫോർമാറ്റുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും പഠിച്ചു തുടങ്ങിയോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. കാരണം ഇനി സമയമില്ല. ഓക്കെ, സമയമില്ല. ഇനി കളിച്ച് നടക്കുന്നവരോടാണ് പറയുന്നത്, സമയമില്ല, വേഗം പോയി പഠിക്കുക. തലേ ദിവസം പഠിക്കാം. ഓക്കെ, തലേ ദിവസം പഠിച്ചാലേ തലേ കയറത്തുള്ളൂ എന്ന് പറഞ്ഞാണ് എല്ലാവരും ഇരിക്കുന്നത്. പണ്ട് ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, തലേ ദിവസം പഠിച്ചാൽ മാത്രമേ തലേ കയറത്തുള്ളൂ. ബട്ട് നമുക്ക് കുറച്ചുകൂടി നേരത്തെ റിവൈസ് ചെയ്താൽ തലേ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ കുത്തിയിരുന്ന് പഠിച്ച് ഫുൾ തലേ കയറ്റി വെക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ പഠിച്ച് തുടങ്ങിയാൽ തലേ ദിവസം നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി റിവൈസ് കുറച്ചും കൂടി പെട്ടെന്ന് തലേ കയറും. നിങ്ങൾക്ക് നല്ലപോലെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഫുൾ A+ വാങ്ങാനും അതുപോലെ തന്നെ ഫുൾ മാർക്ക് വാങ്ങാനും ഇരിക്കുന്നവരൊന്നും ഇതൊന്നും ചെയ്യരുത്. ഇപ്പോഴേ പഠിച്ച് തുടങ്ങിയ തന്നെ വേണം. ഇപ്പോഴല്ല, മുന്നേ പഠിച്ച് തുടങ്ങേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഫുൾ A+ഉം ഫുൾ മാർക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോയി പഠിച്ച് തുടങ്ങിയ തന്നെ വേണം. ഇനി സമയമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം +2 ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളതെന്ന്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നമുക്ക് 180 മാർക്ക് കിട്ടിയാലാണ് നമുക്ക് എന്ത് വരുന്നത് A+ കിട്ടുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് പലവർക്കും ഫുൾ A+ +2ൽ റിസൾട്ട് വരുമ്പോഴേ ഫുൾ A+ കിട്ടാതെ പോകുന്ന ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷിന് A+ ഇല്ലാത്തത് കൊണ്ടാണ് പലവർക്കും ഫുൾ A+ കിട്ടാണ്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് എത്ര പഠിക്കുന്ന കുട്ടികളായാലും ഇംഗ്ലീഷ് ഒരുപാട് പേർക്ക് കുഴപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, +2 ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എനിക്കെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളുടെ കുറച്ചും കൂടി കഴിഞ്ഞ് ബികോം ഇപ്പോൾ കൊമേഴ്സുകാരാണെന്നുണ്ടെങ്കിൽ ബികോം എടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഗ്രി ബേസിൽ ഏതാണ് പോകുന്നത്, കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി ബേസ് അതാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ടഫായിട്ട് വരത്തില്ല. കുറച്ച് ഈസിയാണ് കേട്ടോ. നിങ്ങളുടെ +2ലാണ് കുറച്ച് ഇംഗ്ലീഷിൽ കുറച്ച് ടഫെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി അത് കഴിഞ്ഞ് നിങ്ങൾ എംകോമോ ബികോമോ BBA ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ച് ഈസിയാണ്. കാരണം 2 സെമ്മിൽ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഈസിയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ നല്ലപോലെ പഠിച്ച് മാർക്ക് വാങ്ങാം. കാരണം ഇംഗ്ലീഷിൻ്റെ മാർക്ക് നമ്മൾ ടോട്ടൽ മാർക്കിൽ ആഡ് ചെയ്യുന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് അല്ലേ. 24 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ഒരു യൂണിറ്റാണ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോഴത്തേക്ക്. കാരണം ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു യൂണിറ്റിലെ ഓരോ ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന അതാണ് ഓരോ ചാപ്റ്റേഴ്സും. ഓക്കെ, ഇപ്പോൾ 3 L's ഓഫ് എംപവർമെൻറ്റിൽ നിന്ന് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 3 L's ഓഫ് എംപവർമെൻറ്റിൽ നിന്ന് വുമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ടൊക്കെ 2 മാർക്ക് മുതൽ 8 മാർക്ക് വരെയുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. പിന്നെ എനി വുമൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ, എനി വുമൺ എന്ന് പറയുന്ന പോയത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനി വുമൺ എന്ന് പറഞ്ഞ പോയത്തിൽ നിന്നും എന്ത് ഫിഗർ ഓഫ് സ്പീച്ച് ചോദിച്ചാലും അത് മെറ്റഫറാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇനി മുമ്പിൽ നമുക്ക് എന്ത് ഫിഗർ ഓഫ് സ്പീച്ച് ചോദിച്ചാലും മെറ്റഫറാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മാത്സ് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മുടെ നൊമിതയുടെ ചാപ്റ്റർ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഓക്കെ, അപ്പം
ആ ഒരു ചാപ്റ്ററാണ് വരുന്നത്. ആ ഒരു ചാപ്റ്റർ നമുക്ക് ഒരുപാട് ഈ വുമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഇത്രയും ചാപ്റ്റർ 4 ചാപ്റ്റേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 4 ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൊർഗല്ലു എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ രത്ന ഉണ്ടല്ലോ, രത്നയുടെയൊക്കെ ചാപ്റ്ററാണ് ഹൊർഗല്ലു. ഓക്കെ, അപ്പം ഓരോ ചാപ്റ്റേഴ്സിനും എക്സ്പ്ലെയിൻ ചെയ്ത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ വൈസ് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇനി ഇവിടെ എന്താണ് പറഞ്ഞു പോകുന്നത്, ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞു പോകുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നും നമുക്ക് 18 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അതിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, അതിൽ വരുന്നൊരു ചാപ്റ്ററാണ് മെൻഡിങ് വോൾ. ദെൻ അമിക്കോ ബ്രദേഴ്സ്, ദെൻ ഹൗർ ഓഫ് ട്രൂത്ത്. ഓക്കെ, ഇത് ഇത്രയാണ് വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഹൗർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ലൈവ് TV റിപ്പോർട്ട്, അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്, പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്റർ നല്ലപോലെ പഠിക്കുക. പിന്നെ വരുന്ന ഒരു ചാപ്റ്ററാണ് ചലഞ്ചസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 22 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റിന്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് 3 വീൽഡ് റെവല്യൂഷൻ വരുന്നുണ്ട്. 3 വീൽഡ് റെവല്യൂഷനിലാണ് നമുക്ക് റെസ്യൂമി, CV ഒക്കെ ജോബ് ആപ്ലിക്കേഷനൊക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ദെൻ ദീദി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, പിന്നെ സ്റ്റാമർ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈവ് ആൻഡ് ലെറ്റ് ലൈവ് എന്ന് പറയുന്ന ചാപ്റ്റർ 30 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള യൂണിറ്റാണ് ആരെന്ന് പറഞ്ഞാൽ ലൈവ് ആൻഡ് ലെറ്റ് ലൈവ് എന്ന് പറയുമ്പോഴത്തേക്കും. ദെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, ദെൻ റൈസ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് റൈസും ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. ഇതിൽ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ നിന്നും നമുക്ക് 8 മാർക്കിൻ്റെ ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. പിന്നെ റൈസിൽ നിന്ന് നമുക്ക് നോർമലി ചോദിക്കുന്നത് ബ്ലോഗ് ചോദിക്കാറുണ്ട്, പിന്നെ അപ്രീസിയേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എങ്ങനെയാണ്, ഇപ്പോഴത്തെ ചേഞ്ചിങ് കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നൊക്കെയാണുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ വെൻ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡിൽ നിന്ന് നമുക്ക് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. എൻവയോൺമെൻറ്റ് ഡേക്ക് ഡെലിവറി ചെയ്യാനായിട്ടുള്ള അതൊക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ദെൻ ദ ലൈറ്റർ സൈഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് വരുന്നത്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ദെൻ ദിസ് ഈസ് ഗോയിങ് ടു ഹാർട്ട് എ ലിറ്റിൽ ബൈറ്റ്, ദെൻ ക്രൈം ആൻഡ് പണിഷ്. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം +2 ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം നല്ലപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ എക്സാമിനെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1 മാർക്കിന് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ ഈവൻ ഗ്രാമർ ആവട്ടെ, ഓക്കെ, അത് നമ്മൾ 1 മാർക്കല്ലേ, ഒരു ആൻസർ ചെയ്താൽ 1 മാർക്കല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 12 ഉണ്ടായിരിക്കും. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് നമ്മൾ എഴുതി മാർക്ക് വാങ്ങേണ്ടത്, ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 92 ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് ഓർ ക്വസ്റ്റ്യൻ കൊണ്ട് കൂട്ടിയിട്ടാണ് നമുക്ക് ഈ ഇത്രയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ കൂട്ടിയിട്ടാണ് അത് ഓർക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ കൂട്ടുമ്പോഴത്തേക്ക് 104 വരും. ഓക്കെ, അപ്പോൾ അതല്ല എന്നാണ് ഓർ ക്വസ്റ്റ്യൻ കൊണ്ട് കൂട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ബാക്കി +2 ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് ക്ലാസ്സസ് എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് പബ്ലിക് എക്സാമിന് മുമ്പ് ഫുൾ കവർ ചെയ്ത് തീർക്കാം. ഓക്കെ, അതുകൊണ്ട് മാക്സിമം +2 ഇംഗ്ലീഷ് ഉഴപ്പാതിരിക്കാൻ നോക്കുക. ഒരുപാട് പേർക്ക് പോകുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വേഗം പോയിട്ട് പഠിക്കണം. ഓക്കെ, +1 നമ്മൾ പഠിച്ചൊരു കാര്യമാണ് പോയത്തിൻ്റെ ആ ഒരു പോയം. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കൊരു പോയം തരും. ആ ഒരു പോയത്തിൻ്റെ എന്ത് എഴുതാനാണ് നമുക്ക് വന്നിട്ടുള്ളത്, ആ ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് +2 സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എനി വുമൺ എന്ന് പറയുന്ന ഒരു പോയവും നമുക്ക് പുറത്തുനിന്നൊരു പോയവും തരും, ഏതെങ്കിലും ഒരു പുറത്തുനിന്നുള്ള പോയം. അപ്പോൾ ഈ 2 പോയത്തിൻ്റെയുടെ കമ്പാരിസൺ ആയിരിക്കും നമുക്ക് ഈ ഒരു +2 വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അവിടെ പോയിട്ട് നിന്നാൽ നമുക്ക് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. അതൊക്കെ വഴി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിലും പറയാട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.